പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം എപ്പോഴും നമ്മെ കഴുകും, ശുദ്ധീകരിക്കും. ദൈവവചനം ജലം പോലെയാകുന്നു. അത് നമ്മെ ക്ലീൻ പോലെയാക്കും, അത്രയും ശുദ്ധീകരിക്കും. ദൈവവചനത്താൽ മുഴുവനും വെടിപ്പാക്കപ്പെട്ടവരായി നാം ദൈവരാജ്യത്തിലെ ജീവിതം ആരംഭിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം വചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുവിൻ. വചനത്താൽ നമുക്ക് എന്താണ്? ഒരു ശുദ്ധീകരണം ഉണ്ടാക്കും, നമ്മളെ കഴുകും. വചനം നമ്മളെ കഴുകും. യേശുവിന്റെ രക്തം നമ്മളെ കഴുകും. യേശുവിന്റെ ശക്തി നമ്മളെ അവിടുന്ന് വിടുവിക്കും. കാരണം നമ്മൾ കഴുകപ്പെടേണ്ടവരായി മാറും. നിക്കോദേമോസ് എന്ന ഒരു മനുഷ്യനോട്, യഹൂദ പ്രമാണിയായിരുന്നു, രാത്രി സമയത്ത് ആരും കാണാതിരിക്കെ, നല്ലോല ന്യായപ്രമാണങ്ങളൊക്കെ അറിയാം, പണ്ഡിതനായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനോട് പറയാ: കർത്താവേ, നീ ദൈവത്തിൽ നിന്ന് വന്നില്ലെങ്കിൽ നിനക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് യേശുവിനോട് പറഞ്ഞപ്പോ യേശു അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നീ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ, കണ്ടോ, ഇവിടെ ഒരു കഴുകപ്പെടലില്ലേ? ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം കാണുവാനോ സ്വർഗരാജ്യത്തിൽ കടന്നു പോകാനോ നിനക്ക് കഴിയത്തില്ല. നീ വീണ്ടും ജനിക്കണം. നിന്നെ കഴുകി, നിന്നെ ശുദ്ധീകരിച്ച്, വെള്ളത്താലും ആത്മാവിനാലും നീ വേർതിരിയപ്പെടണം. വെള്ളം നിന്നെ മുക്കി കഴുകി സ്നാനപ്പെടുത്തി, ആത്മാവിനാൽ നിന്നെ നിറച്ച് സ്വർഗത്തിന്റെ അഭിഷേകം മുഴുവൻ നിനക്ക് തന്ന് നീ യേശുവിനോട് കൂടെ ജീവിക്കണം. നിക്കോദേമോസിനോട് യേശു പറഞ്ഞൊരു കാര്യമാണ്. നിക്കോദേമോസ്, ന്യായപ്രമാണം അറിയാവുന്ന നിക്കോദേമോസിന് മനസ്സിലായി യേശുവിന്റെ കൂടെ ഇങ്ങനെ പോകേണ്ട ഒരു സത്യമുണ്ട് എന്ന് മനസ്സിലായി. ഈ ഒരു കഴുകപ്പെടല് വചനത്താൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അതാ കണ്ടോ, വചനത്താൽ എന്തു വരും? ശുദ്ധീകരണം വരും, ഒരു കഴുകൽ വരും. ഏതിനൊക്കെ ശുദ്ധീകരണം വരും? നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും ജീവിതത്തിലും പ്രവൃത്തിയിലും പാപത്തിൻ്റെതായ മേഖലകളിൽ നിന്നെല്ലാം നമ്മെ കഴുകി ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ള ഒരു ദൈവമകനാക്കി ദൈവം നമ്മെ കർത്താവിനോട് കൂടെ ഇരുത്തും. ഈ വചനം നിങ്ങൾ കേൾക്കുന്ന പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വരുന്നേ. വരുത്തുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. വിടുതൽ തരുന്നൊരു ദൈവം, അത്ഭുതം കാണിക്കുന്ന ഒരു ദൈവം, അടയാളം പ്രവർത്തിക്കുന്ന ഒരു ദൈവം. യേശുവേ എന്നൊന്ന് നമ്മൾ ഹൃദയം തുറഞ്ഞ് എന്ന് വിളിച്ചാലുണ്ടല്ലോ, ആ വിളി കേട്ട് നമുക്ക് ഉത്തരം തരുന്ന ഒരു അപ്പൻ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. അവന്റെ കൂടെയുള്ള ജീവിതം എത്ര ആനന്ദകരമായിരിക്കുമെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയും, വിശുദ്ധിയിൽ കാക്കുന്നു. വചനഭാഗം നമുക്ക് പരിശോധിക്കാം. സങ്കീർത്തന പുസ്തകത്തില് 119-ാമത്തെ സങ്കീർത്തനത്തിൽ 9-ാമത്തെ മുതലുള്ള വചനത്തിൽ, ബാലൻ തന്റെ നടപ്പിൽ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? എങ്ങനെയാ നിർമ്മലമാക്കുന്നത്? നിർമ്മലമാക്കുന്നത് നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലന്റെ നടപ്പ് നിർമ്മലമാക്കുന്നത് എങ്ങനെയാ? വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ നിർമ്മലമാക്കും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി തന്ന വചനമാണ്. ഹൃദയത്തിൽ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഹൃദയത്തിന്റെ അകത്ത് വചനം സംഗ്രഹിക്കണം. അതിന്റെ അർത്ഥം വചനമായ യേശു
നമ്മുടെ അകത്ത് ആത്മാവായി നമ്മുടെ അകത്തു വാസം ചെയ്യുമ്പോൾ അകത്തിരിക്കുന്ന വചനം ആയ യേശു നമ്മുടെ അകത്ത് പാപം ചെയ്യാത്ത വണ്ണം നമ്മളെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും പ്രവർത്തിക്കുവാനും നടത്തുവാനും ഇടയാക്കും. വചനം ജീവനുള്ളതാണ്. വചനം ദൈവമാണ്. അവന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ വചനം, ഈ കർത്താവ്, ഈ യേശു നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ശുദ്ധിയുള്ളവരായി ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങളുടെ അശുദ്ധിയും രോഗവും പാപവും നിങ്ങളിൽ നിന്ന് വിടുവിക്കാൻ അവൻ മതിയായവനാണ്. അവന്റെ നാമം എപ്പോഴും ഉയർത്തി പ്രാർത്ഥിച്ചോണം. യേശു മഹത്വമെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.